മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഒരു ഉപമ അവിടെ കാണുന്നുണ്ട്. സ്വർഗരാജ്യം പുത്രനു വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ രാജാവിനോട് സദൃശമായിരിക്കുന്നു. കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ, വീണ്ടും ക്ഷണിക്കുവാൻ വേണ്ടി യജമാനൻ അല്ലെങ്കിൽ രാജാവ് തൻ്റെ ദാസന്മാരോട് ആവശ്യപ്പെടുകയാണ്. അവൻ ആളുകളെ അയച്ചു, എന്നാൽ അവർ വരുവാനായിട്ട് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. വീണ്ടും മടികൂടാതെ അവൻ ദാസന്മാരെ അയക്കുകയാണ്. ദാസന്മാർ ചെന്ന് വിവാഹത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചും ആദിയായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളോട് അറിയിച്ചു. എന്നാൽ അവർ വരുവാൻ കൂട്ടാക്കിയില്ല എന്ന് തന്നെയല്ല, ഒരുത്തൻ നിലത്തേക്കും മറ്റൊരുത്തൻ വ്യാപാരത്തിനും വേണ്ടി പോയി. ശേഷമുള്ളവരാകട്ടെ ഈ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളയുകയാണ്. രാജാവിന് കോപമായി. അദ്ദേഹം തൻ്റെ സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ കൊന്ന് പട്ടണം ചുട്ടുകളയുകയാണ്. പിന്നെ അവൻ ദാസന്മാരെ വിളിച്ചിട്ട് കല്യാണ വിരുന്നിനു വേണ്ടി ഇനി നിങ്ങൾ ആരെ ക്ഷണിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. നിങ്ങൾ പെരുവഴിയിൽ ചെന്ന് കാണുന്നവനെയൊക്കെ വിളിക്കണം. ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാവരെയും നീ വിളിക്കണം. അങ്ങനെ വിളിച്ചു. അവരെല്ലാവരും വന്നു. വിരുന്നുശാല നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാനായിട്ട് രാജാവ് വരികയാണ്. രാജാവ് വന്ന് നോക്കുമ്പോൾ എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വെളുത്ത വസ്ത്രം, ശുഭമുള്ള വസ്ത്രം, അതേപോലെ തന്നെ മനോഹരമായ വസ്ത്രം, മോടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാവരും ഇരിക്കുന്നു. പക്ഷേ ഒരുത്തൻ മാത്രം അതിൽ നിന്നും വ്യത്യസ്തനായി കാണപ്പെടുന്നു. രാജാവ് അവനോട് ചോദിക്കുകയാണ്, നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് എങ്ങനെ വന്നു? തീർന്നില്ല. ശുശ്രൂഷകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ്റെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളുവിൻ. 14-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കല്യാണ വസ്ത്രം ധരിച്ചിട്ടുള്ളവൻ വിരുന്നുശാലയിൽ രാജാവിനോടുകൂടെ, കല്യാണ വിരുന്നിൽ രാജാവിനോടുകൂടെ അതിഥിയുടെ സ്ഥാനത്താക്കപ്പെടുകയും കല്യാണ വസ്ത്രം ധരിക്കാതിരുന്നവൻ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, യഹൂദ പാരമ്പര്യമനുസരിച്ച് കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും ക്ഷണിക്കുക, അല്ലെങ്കിൽ അവരോട് പല ആവർത്തി കല്യാണമുണ്ട്, വിവാഹമുണ്ട് എന്ന് പറയുക അതൊരു പതിവായിരുന്നു. എത്ര പ്രാവശ്യം ക്ഷണിക്കുന്നുവോ അത്രയും അദ്ദേഹത്തോട് താല്പര്യമുണ്ട്, അദ്ദേഹം വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിഥികൾ മനസ്സിലാക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, ദാസന്മാരെ അയച്ച് രാജാവ് കല്യാണ വിരുന്നിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അവരാകട്ടെ നീരസം പ്രകടിപ്പിക്കുകയാണ്. അവർ രാജകൽപ്പനയെ മാനിക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും തൻ്റെ ദാസന്മാരെ ഇവരെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ ഈ വേദഭാഗമായി, ഈ ഉപമയായി വളരെയധികം താദാമ്യമുണ്ട്. മനുഷ്യൻ ഇന്ന് പലപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ അവഗണിക്കുകയാണ്. ആത്മീയമായി വളരുവാനും നല്ല നിലവാരത്തിലേക്ക് ഉയരുവാനും വേണ്ടി പരിശുദ്ധ സഭ ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങളും ക്രമീകരണങ്ങളും വിശ്വാസികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ തക്കതായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുവാനായി ശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് അവഗണിച്ച് മുഖം തിരിച്ച് അതിനെ പരിഹസിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്.
രണ്ടാമതായി നമ്മൾ കാണുന്നു, വീണ്ടും രാജാവ് മടികൂടാതെ ദാസന്മാരെ അയക്കുകയാണ്. ചിലർ നിലത്തിലേക്ക് പോയി, അതായത് കർഷക വേലയിലേക്ക് പോയി. ചിലരാകട്ടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. രാജാവിൻ്റെ ആഗ്രഹം, രാജാവിൻ്റെ ഇഷ്ടമെന്താ എന്ന പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുവാൻ വയ്യാതെ അവരവരുടേതായ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇന്നും ഇതേ മനോഭാവത്തിലായിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാക്കന്മാരെ പ്രാർത്ഥനകളിലൂടെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഐഹിക ജീവിത അലയാഴിയിലുഴലും നീ ദാസർ, ശാന്തിയുടെ തീരത്തണയാൻ ഭാഗ്യം നൽകേണമേ. ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പരലോകത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ഇന്ന് മനുഷ്യൻ ഇതൊന്നും ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ചിലരെ അവർ കൊന്നുകളഞ്ഞു. പഴയ നിയമപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് രംഗപ്രവേശനം ചെയ്യുന്നവനായ, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കോർത്തിണക്കുന്ന കണ്ണിയായ യോഹന്നാൻ സ്നാപകനെ നിർദാക്ഷിണ്യം വധിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യേശു ക്രിസ്തുവാരെന്ന് തിരിച്ചറിഞ്ഞവനായ യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുകയാണ്: ഇതാ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അപ്രകാരം മരുഭൂമിയിൽ മുഴങ്ങിക്കേട്ട ശബ്ദം യോഹന്നാൻ ഹെറോദോസിൻ്റെ അരമനയിലും മുഴക്കുകയാണ്. ഹെറോദോസ് പരിഭ്രമിച്ചു. അവൻ ഇരുളിൻ്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന തിന്മകളെ പകൽ വെളിച്ചത്ത് വിളിച്ചു പറയുന്നവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ചിന്തയോടുകൂടി ഹെറോദോസ് തീരുമാനിച്ചു. അതിനൊരു മാർഗവും ഉണ്ടായി. ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. യോഹന്നാനെ അവർ കൊന്നുകളഞ്ഞു. തീർന്നില്ല, യേശുക്രിസ്തുവിനെയും അതേ മാർഗത്തിലൂടെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും സാദൂക്യരും വിവിധ സംഘാധ്യാപകരും എല്ലാവരും അവൻ്റെ നേരെ നാവ് ഓങ്ങിക്കൊണ്ട്, വാളോങ്ങിക്കൊണ്ട് പല രീതിയിൽ കുടുക്കുവാനും നശിപ്പിക്കുവാനും ശ്രമിക്കുകയാണ്. അപ്പോസ്തലന്മാരെ വിവിധ തരമായിരിക്കുന്ന പീഡനങ്ങൾക്ക് വശംവദരാക്കി അവരെയും കൊന്നുമുടിച്ചു. ആദിമ ക്രൈസ്തവ സഭയിൽ യേശുക്രിസ്തുവിനെ ധീരതയോടെ സംസാരിച്ചവനായ സഭയുടെ ആദ്യത്തെ ശമ്മാശൻ സ്തേഫാനോസിനെയും യെരുശലേമിൻ്റെ വാതിക്കൽ വെച്ച്, ലയൺ ഗേറ്റിൻ്റെ വാതിക്കൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നു. പഴയ നിയമ കാലഘട്ടങ്ങൾ, പുതിയ നിയമത്തിൻ്റെ ആരംഭം ഇപ്രകാരമായിരുന്നു. ശുദ്ധമുള്ള മത്തായി ശ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിൽ തൻ്റെ സുവിശേഷം ക്രോഡീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. വാത്സല്യമുള്ളവരെ, അവൻ ദാസന്മാരെ വീണ്ടും വീണ്ടും അയച്ചു അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുകയാണ്. തൻ്റെ ദാസന്മാരെ കൊന്നു എന്ന് ബോധ്യമായപ്പോൾ രാജാവിൻ്റെ ക്രോധം ആളിക്കത്തുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? വെസ്പേഷ്യൻ കൈസറുടെ മകൻ ടൈറ്റസിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോമ പടയാളികൾ ഈ ഉപമ കർത്താവ് പറഞ്ഞതിൻ്റെ കൃത്യമായി പറഞ്ഞാൽ 40 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന യെരുശലേം ചുട്ടുകരിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. രാജാവിൻ്റെ ക്രോധം ആളിക്കത്തി. അദ്ദേഹമാകട്ടെ തൻ്റെ രാജ്യത്ത് അനീതി പ്രവർത്തിക്കുന്ന ഒരുവനെ പോലും പുലർത്തുവാനോ അവന് ജീവിക്കുവാനോ അനുവദിച്ചില്ല. അതിനുശേഷം നമ്മൾ കാണുകയാണ്, ഇതാ അവൻ
വീണ്ടും ദാസന്മാരെ അയച്ച് തെരുവീഥികളിൽ ആയിരിക്കുന്നവരെ, പെരുവഴികളിൽ ആയിരിക്കുന്നവരെയൊക്കെ വിളിച്ച് വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സഭയിൽ നമ്മൾ കാണുന്നുണ്ട്, യഹൂദന്മാരും യൗവനക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. യൗവനക്കാർക്ക് വേണ്ടി പരിശുദ്ധ സഭയുടെ ഉന്നതമായ സ്ഥാനത്തായിരുന്ന തെയോഫോറോസ്, അദ്ദേഹമായിരുന്നു പിന്നീട് ഇഗ്നാത്തിയോസ് നൂറോനോ എന്ന വിശുദ്ധൻ. തെയോഫോറോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തെ ധരിച്ചവനെന്നാണ്. നമ്മുടെ പിതാക്കന്മാർ അവർ ദൈവത്തെ ധരിച്ചവരാണ്. മൂന്നാമത്തെ പാത്രിക്കീസായ ഇഗ്നാത്തിയോസ് നൂറോനോ ആദിമ ക്രൈസ്തവ സഭയിൽ സജീവ സാന്നിധ്യമായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ ആരാധന മധ്യേ വായിക്കുന്നതായ 5-ാം തൂബ്ദേൻ ക്രോഡീകരിച്ചപ്പോൾ, പിതാക്കന്മാരെ കുറിച്ച് എഴുതുവാൻ ആരംഭിച്ചപ്പോൾ അവർ എഴുതിയത് ദൈവത്തെ ധരിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെന്നാണ്. സഭ ദൈവത്തെ ധരിച്ചുകൊണ്ട്, അഥവാ ദൈവത്തെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കുമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. കല്യാണ വസ്ത്രം എല്ലാവർക്കും നൽകപ്പെട്ടു. കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വിരുന്നുശാലയിലേക്ക്, അല്ലെങ്കിൽ കല്യാണ വേദിയിലേക്ക്, ഭോജനശാലയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിലകൊണ്ടത്. സ്നേഹത്തിൽ അവർ നിലകൊണ്ടു. കൃപാദാനം മാത്രമല്ല, അവരുടെ ജീവിതം ഉത്തരവാദിത്വം കൊണ്ടും നിറഞ്ഞതാണ് എന്നവർ വിശ്വസിച്ചു. പ്രത്യേക വസ്ത്രമല്ല, നേരെ മറിച്ച് പുതുക്കം പ്രാപിച്ച ശുദ്ധമുള്ള വെടിപ്പുള്ള വസ്ത്രം അവർ ധരിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനോഭാവവും ചിന്തയുമാണ് കല്യാണ വസ്ത്രം. ഇന്ന് നാം ഈ യോഗസ്ഥലത്തായിരിക്കുമ്പോൾ പരിശുദ്ധ സഭയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ വസ്ത്രം എപ്രകാരം, നാം പ്രാപിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എപ്രകാരമെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ എവിടെ പോയാലും അണിഞ്ഞൊരുങ്ങിപ്പോകുന്നവരാണ്. പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാവാതിരുമേനി ഓർമ്മിപ്പിക്കാറുണ്ട്, വിവാഹ കൂദാശി എന്നൊക്കെ പറഞ്ഞാൽ കൂദാശിയേക്കാൾ ഉപരിയായി അവിടെ ഒരാഘോഷമാണ് നടക്കുന്നത്. വസ്ത്രങ്ങളുടെ മോടി, മറ്റു പല രീതിയിലുള്ളതായ അലങ്കാരങ്ങൾ, സംവിധാനങ്ങളൊക്കെ അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ ഒന്നിനും അല്പം പോലും പുറകോട്ട് പോകുന്നവനല്ല. ഇല്ലാത്തവൻ വായ്പ മേടിച്ചാണെങ്കിലും അവൻ്റെ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും വരുത്താറില്ല. അതുകൊണ്ട് കല്യാണ വസ്ത്രം എപ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളയിടത്ത് പോകുമ്പോൾ നമ്മൾ ധരിക്കുന്നതായ വസ്ത്രം എപ്പോഴും അത് വെടിപ്പുള്ളതായിരിക്കും. ഇതാ നമ്മൾ കാണുകയാണ്, എല്ലാവരും വെടിപ്പുള്ള വസ്ത്രം ധരിച്ച് ഇരിക്കുന്നു. പക്ഷേ രാജാവ് വരുമ്പോൾ ഒരുത്തനെ കണ്ടു, അവൻ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അവിടെ ഇരിക്കുന്ന എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ടിരിക്കുന്നു. ഈ ഭാഗത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകളും വ്യാഖ്യാനങ്ങളുമുണ്ട്. വില്യം ബാർക്ലേ എന്ന വേദവ്യാഖ്യാതാവ് ഇപ്രകാരം പറയുന്നുണ്ട്: റബിമാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളോട് ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഓരോ പുസ്തകങ്ങളിലും, പ്രത്യേകിച്ച് തൽമൂദ് പോലെയുള്ള പുസ്തകങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കണം. കാഹള ശബ്ദം കേൾക്കുമ്പോൾ
ഒരുക്കത്തോടെ കല്യാണശാലയിലേക്ക് പ്രവേശിക്കണം. ചിലരാകട്ടെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി അലസരായി അവർ നല്ല വസ്ത്രം ധരിക്കുവാനൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. എന്നാൽ ഭൂരിഭാഗം പേരും വെടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണശാലയിലേക്ക് പ്രവേശിക്കും. നമ്മൾ ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും അവരുടെ മണവാളനെ എതിരേൽക്കുന്നതായ ആ ചടങ്ങിൽ സംഭവിച്ചതായ വ്യത്യസ്തതയുമൊക്കെ എന്നതുപോലെ റബിമാർ എഴുതപ്പെട്ടതായ ഇതേപോലെയുള്ള ചെറിയ വ്യാഖ്യാനങ്ങളിലും ഈ ഭാഗം പ്രതിപാദിച്ചിട്ടുണ്ട്. വാത്സല്യമുള്ളവരെ, ഞാൻ ഓർമ്മിപ്പിച്ചു, പരിശുദ്ധ സഭയിൽ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ജീവിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതിനനുസൃതമായിരിക്കുന്ന ജീവിത വിശുദ്ധിയും ധാർമ്മികതയും പാലിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. മാമോദീസ മുക്കുവാൻ 45 അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവരും. മാമോദീസ ശുശ്രൂഷ നടത്തുന്നതിൻ്റെ ഇടയിൽ പട്ടക്കാരൻ ആവശ്യപ്പെടും, കുഞ്ഞിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തണം. തലതൊടുന്നയാളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കൈ കൊണ്ട് ഇടത് കൈ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിപ്പിക്കും. അതിനുശേഷം പറഞ്ഞു കൊടുക്കും, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം ചേറ്റി ചൊല്ലാൻ. തീർന്നില്ല, വീണ്ടും കിഴക്കോട്ട് കുഞ്ഞിൻ്റെ മുഖം തിരിപ്പിച്ച് വലത് കൈ കൊണ്ട് വലത് കൈയിൽ പിടിപ്പിച്ചിട്ട് പറയും, ശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിലൊക്കെ എത്രയോ അർത്ഥവും എത്രയോ ശ്രേഷ്ഠതയുമുണ്ട് എന്ന് ഒരുപക്ഷെ ആ അവസരത്തിൽ നാം അവിടെ ആയിരിക്കുമ്പോൾ ചിന്തിക്കാറില്ല. കോതമംഗലം ചെറിയ പള്ളിയിലൊക്കെ ഒരു സമയത്ത് 50ഉം 60ഉം മാമോദീസയാണ് നടക്കുന്നത്. ഇവിടെ ആളുകൾ നിൽക്കുവാനുള്ള സ്പേസ്, ഇടം അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും? ഇതൊക്കെ മേടിച്ച് വായിച്ചു നോക്കി മനസ്സിലാക്കി ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം കുഞ്ഞിൻ്റെ തല തൊടുവാനൊക്കെ പോകേണ്ടത്. ഞാനൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുഞ്ഞിൻ്റെ മാമോദീസയാണ്. നമുക്കറിയാം, യാക്കോബായക്കാരൻ ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്താത്തവനാണ്. തലേ ദിവസം നല്ല ആഘോഷമായിരുന്നു. മാമോദീസ അതിരാവിലെയാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കുഞ്ഞിനെയും കൂട്ടി തല തൊടുന്നയാളും വേണ്ടപ്പെട്ടവരും പള്ളിയിൽ വരണം. ഏതായാലും തലേ ദിവസത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി വേണ്ടുന്നതെല്ലാം സേവിച്ച് തലതൊടുന്നയാൾ കിടന്നു ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല. തലേ ദിവസത്തെ ഹാങ് ഓവർ. രാവിലെ ഒരു കണക്കിന് വിളിച്ചെഴുന്നേൽപ്പിച്ചു. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തി വളരെ വൈകി ഇദ്ദേഹം പള്ളിയിലെത്തി. മാമോദീസായുടെ സമയമായി. കുഞ്ഞിനെയും കൊണ്ട് തലതൊടുന്നയാൾ വരണം. അദ്ദേഹം എവിടെയോ മാറി നിൽക്കുകയാണ്. പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വന്നു, കുഞ്ഞിനെ പിടിച്ചു. ശുശ്രൂഷയൊക്കെ നടക്കുകയാണ്. വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കേണ്ട സമയമായി. അച്ഛൻ മാമോദീസ മുങ്ങുന്ന മത്തായിയായ ഞാൻ മശിഹാതമ്പുരാനെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് സാത്താനെ, നിന്നെയും നിന്റെ സർവ്വസൈന്യങ്ങളെയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യനെ ഏറ്റു ചൊല്ലണം. ഈ കുഞ്ഞിന് വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നാവ് കുഴയുന്നു. ആകപ്പാടെ പ്രശ്നമായി. അച്ഛൻ പല പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു, ഒരു രക്ഷയുമില്ല. അവസാനം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറ. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ നേരെ തിരിഞ്ഞുപോയി. അദ്ദേഹം വളരെ ശാന്തമായ സ്വരത്തിൽ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ചു, സാത്താനൊക്കെ പോയി തൊലയട്ടെ, അച്ഛൻ ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് മുക്കിത്ത. ഞാനത് ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം, മാമോദീസായുടെ മഹത്വം എന്തെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. വളരെ ധൃതിയിൽ, വേഗത്തിൽ നമ്മളത് ചെയ്യുകയാണ്. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ മശിഹായെ സ്വീകരിച്ചിരിക്കുകയാണ്. മാമോദീസായുടെ അവസാനം പുരോഹിതൻ നടത്തുന്നതായ സമാപന പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട്: നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച്
ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. നീ ധരിച്ചിരിക്കുന്നു, നീ സ്വീകരിച്ചിരിക്കുന്നു, നീ പ്രാപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ വിരുന്നുശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മാമോദീസായിലൂടെ. ശവസംസ്കാര ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട്: ദയാലുവായ ദൈവമേ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശവസ്ത്രവും വിശുദ്ധ മൂറോനാകുന്ന മുദ്രയും ഇവളിൽ നിന്ന് നീ ഉരിഞ്ഞു കളയല്ലേ. ദൈവത്തിന് മനുഷ്യനോടുള്ള കരുതലും സ്നേഹവും, ദൈവത്തിന് മനുഷ്യനോടുള്ളതായ പ്രത്യേക മമതയും ഇതേപോലെയുള്ള പ്രാർത്ഥനകളിലൊക്കെ മുഴങ്ങി നിൽക്കുകയാണ്. വാത്സല്യമുള്ളവരെ, വിരുന്നുശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവേശിക്കുവാൻ സാധിക്കണം. വിരുന്നുശാലയിൽ അഴുക്ക് പറ്റിയ വസ്ത്രം, മലിനമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും നീ വിരുന്നുശാലയിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും. എങ്ങോട്ടേക്കാണ്? നിന്റെ കൈയും കാലും ബന്ധിച്ച് നിന്നെ ദൂരെ എറിയപ്പെടും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ നമുക്ക് ഇടയാകരുത്. ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളണം. പാപമാണ് നമ്മളുടെ വസ്ത്രം മലിനമാക്കുന്നത് എങ്കിൽ പാപത്തെ ഉപേക്ഷിച്ച് ദൈവ സാന്നിധ്യവും സാമീപ്യവും മുഖാന്തരം വസ്ത്രത്തെ വെളുപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ആരാധനയുടെ തീഷ്ണതയിലൂടെ നമുക്ക് ദൈവികമായ സംബന്ധത്തിൽ നിലകൊള്ളുവാൻ സാധിക്കണം. വിശുദ്ധന്മാർക്ക് അത് സാധിച്ചു. ഞാൻ ഓർമ്മിപ്പിച്ചു, 5 തുബദേനിൽ എഴുതപ്പെട്ടതായ എല്ലാ പിതാക്കന്മാരെ കുറിച്ചും സഭ ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്: ദൈവത്തെ ധരിച്ചവരായ നമ്മുടെ പിതാക്കന്മാർ. ആ പിതാക്കന്മാർ കാണിച്ചതായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണം. ഫിലിയോ കാലിയ എന്ന പുസ്തകത്തിൽ, ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, മശിഹ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ജീവിച്ചിരുന്ന മാബൂഗിലെ മോർ ഫീലക്സിനോസ് രഹസ്യ പ്രാർത്ഥനകൾ എഴുതിയപ്പോൾ ആ രഹസ്യ പ്രാർത്ഥനയിൽ അദ്ദേഹം എഴുതി ചേർത്തതായ ഒരു ഭാഗമാണ്: ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, മശിഹ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. തുടർന്ന് അദ്ദേഹം ഒരു ബ്രാക്കറ്റിൽ എഴുതി, ഈ പ്രാർത്ഥന നീ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്രയും അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കും. നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇന്ന് ഈ ലോകത്തിൽ, ഇന്നത്തെ ഈ തലമുറ എത്ര ശ്രമിച്ചാലും അവർക്ക് രൂപപ്പെടുത്തുവാനോ അവർക്ക് നിർവഹിക്കുവാനോ സാധിക്കുകയില്ല. ഒരുപക്ഷെ കാലോചിതമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്നത്തെ മൊബൈൽ ഫോണിനെ കുറിച്ചോ ടെലിഫോണിനെ കുറിച്ചൊക്കെ ഒരു പ്രാർത്ഥന എഴുതണമെങ്കിൽ ഒരുപക്ഷെ അത് സാധിച്ചേക്കാം. പക്ഷേ ആധികാരികമായി വിശുദ്ധ വേദപുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായ പ്രാർത്ഥനയേക്കാൾ വലുതായ ഒരു പ്രാർത്ഥന ഇന്ന് ആർക്കും ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വിശുദ്ധനായ മോർ അഫ്രേമിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ചുറ്റും മാലാഖമാർ നിരന്നു നിൽക്കുന്നതായി നമ്മൾ കാണുകയാണ്. അദ്ദേഹം സംസാരിക്കുന്നത് മാലാഖമാർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അദ്ദേഹം എഴുതുന്നത് മാലാഖമാർ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ബോധത്തിലേക്ക് തെളിയിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ മോർ അഫ്രേമിനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന്. വാത്സല്യമുള്ളവരെ, ആകയാൽ നിനക്ക് ശുഭവസ്ത്രത്തോടെ വിരുന്നുശാലയിൽ പ്രവേശിക്കുവാൻ സാധിക്കണം. ഇതാ രാജാവ് ആളയച്ച് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നീ ഇന്ന് ഈ യോഗസ്ഥലത്ത് ഈ വിരുന്നുശാലയിലായിരിക്കുമ്പോൾ നിന്റെ വസ്ത്രം ശുഭമുള്ള, നിന്റെ വസ്ത്രം വെടുപ്പുള്ളത്, നിന്റെ വസ്ത്രം ശുഭ്രമായത്, നിന്റെ വസ്ത്രം അഴുക്ക് പുരണ്ടാത്തത് എന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം. അഴുക്ക് പുരുണ്ടിട്ടുണ്ട് എങ്കിൽ ഈ 6 ദിവസത്തെ കൂടിവരവ് മുഖാന്തരം നിന്റെ വസ്ത്രത്തെ നിനക്ക് വെളുപ്പിക്കുവാൻ സാധിക്കണം. നമുക്കറിയാം, വസ്ത്രം ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
അന്നൊന്നും കിട്ടൂല. ഒന്നുമല്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കിട്ടും. അലക്കുകാരൻ്റെ കയ്യിൽ കൊടുത്താലും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം. എന്നതുപോലെ ഈ 6 ദിവസം നമ്മളുടെ വസ്ത്രത്തെ നമുക്ക് വെളുപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്നതായ അവസരമാണ്. നിന്റെ ഹൃദയത്തെ നിനക്ക് വെളുപ്പാക്കുവാൻ, നിന്റെ ഹൃദയത്തെ നിനക്ക് ശുദ്ധീകരിക്കുവാൻ ലഭിച്ചിരിക്കുന്നതായ അവസരമാണ്. തക്കതായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഒരു വർഷം പൂർത്തീകരിക്കുക. എല്ലാവരോടും വിനയപൂർവ്വം പ്രാർത്ഥന ആവശ്യപ്പെട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിനെ